നമുക്കിന്നൊരു എളുപ്പ കേക്ക് ഉണ്ടാക്കിയാലോ. ഭയങ്കര ടേസ്റ്റും എമ്മി ആയിട്ടുള്ള ഈ കേക്ക് ഉണ്ടാക്കാൻ കുറച്ച് ഇൻഗ്രീഡിയൻസും ഒരു ഫ്രൈ പാനും മാത്രം മതിയാവും. പറഞ്ഞതുപോലെ ഫ്രൈ പാനിലോട്ട് കുറച്ച് റാഗിപ്പൊടിയും ഗോതമ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം ഏത് മാവാണെങ്കിലും പ്രശ്നമില്ല. പിന്നെ നമുക്ക് കുറച്ച് കൊക്കോ പൗഡർ ആൻഡ് ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, പിന്നെ വാനില എസൻസും കുറച്ച് നെയ്യും സൺഫ്ലവർ ഓയിലായാലും മതി, ബട്ടർ ആയാലും മതി. എന്നിട്ട് 2 മുട്ട കൂടി പൊട്ടിച്ച് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അളവെല്ലാം കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സായി വരുമ്പം നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ രണ്ടാമതായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട കെട്ടാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് മിക്സായി വരുമ്പോൾ ഇതൊന്ന് തിക്കായി കിട്ടും. അപ്പോൾ കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് നട്ട്സോ ചോക്കോ ചിപ്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ തന്നെ നമ്മളങ്ങെടുത്ത് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. സ്റ്റൗ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് മുകളിലൊരു ഫാരവും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ സ്റ്റൗവിൻ്റെ തീ അനുസരിച്ചായിട്ടായിരിക്കും നമുക്കിതിൻ്റെ വേവ് കണക്കാക്കുന്നത്. എനിക്കിപ്പോൾ ഒരു 20 മിനിറ്റ് ആയപ്പോഴത്തേക്കിന് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ സ്പൂൺ ഇങ്ങനെ താഴ്ത്തി നോക്കിയപ്പോൾ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനർത്ഥം നന്നായിട്ട് വെന്തു എന്ന്. അപ്പോൾ അങ്ങനെ തന്നെ കഴിക്കാമെങ്കിലും കുറച്ചൊന്ന് അലങ്കോല പണികൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. ഒരു മിൽക്ക് മെയ്ഡിന് ഉണ്ടായിരുന്നു, അപ്പോൾ അതിലോട്ട് കുറച്ച് ചോക്ലേറ്റ് ഇട്ടാണ് മെൽറ്റാക്കി എടുക്കുന്നത്. ഒന്ന് മെൽറ്റായി വന്നപ്പോൾ കുറച്ച് പാലും കൂടെ ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. ഇതങ്ങനെ തന്നെ ഈ കേക്കിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. കേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് പാലൊഴിച്ച് വെറ്റാക്കിയാൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും കേട്ടോ. എന്നിട്ട് കുറച്ച് ചോക്കോ ചിപ്സൊക്കെ ഇട്ടൊന്ന് റെഡിയാക്കിയിട്ട് ഒരു പീസ് അങ്ങോട്ട് കട്ട് ചെയ്ത് കഴിക്കുകയാണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യണേ.